ഇവിടെ ഇപ്പം കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എല്ലാം വരണമല്ലോ. കൃഷി ഒന്ന് മാത്രമല്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ആടും കോഴിയും പ്രാവും മീനും തേനും ഒക്കെ വരുന്നെങ്കിൽ ഒരു കൃഷിയാവുള്ളൂ. ഇപ്പം നമുക്ക് ബ്രീഡ് പട്ടിക്കുട്ടികൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി 2 ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളും ഒരു ലാബ്രഡോർ 3 പെൺപട്ടികളുണ്ട്. പിന്നെ 185 ആട് വളർത്തിയ സമയത്ത് ഉണ്ടായിരുന്നതിൽ നല്ല ആടുകളൊക്കെ നോക്കി അതിനകത്ത് തിരഞ്ഞെടുത്ത് 10-15 ആടുകളുണ്ട്. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളെ HF ജേഴ്സി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ കൊല്ലം തൊട്ട് അതിനെ മാറ്റി നമ്മളിപ്പോൾ വെച്ചൂരിന് മാത്രം ഒരു വെച്ചൂരും ഒരു HFൻ്റെ കുട്ടിയായിരുന്നു. വെച്ചൂർ കർപ്പണയാണ്. അത് പഞ്ചമിയും പഞ്ചാബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഉണ്ടാക്കിയിരുന്നു. ജൈവ കൃഷിയാണ്? അല്ല ജൈവ കൃഷിയല്ല, സമ്മിശ്ര കൃഷിയാണ്. അതിനകത്ത് ജൈവവും വരും കെമിക്കലും വരും. നമ്മൾ ജൈവം എന്ന് പറയുന്നതല്ല, ഒരു സയൻറ്റിഫിക്കൽ കൃഷി, അത്രയും നമ്മൾ ശാസ്ത്രീയ കൃഷി അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഈ ആട് ഏത് ബ്രീഡിൽപ്പെട്ട? അത് നമ്മുടെ ഇതിലുണ്ടായിരുന്ന നല്ല ആടുകൾ. അതിനിപ്പം അതിനകത്ത് എല്ലാ ക്രോസ് ബ്രീഡായിരിക്കും ഒക്കെ ഉണ്ടാവുക. നമുക്കിവിടെ പറ്റിയ ആടുകളാണ്, വലിയ ഇനം ആടുകളാണ്. ഈ ആട് വളർത്തൽ ലാഭകരമാണ്? അതെ, ലാഭകരം തന്നെയാണ്. സാറില്ല ഒന്ന് മാത്രം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലാന്ന് വരും. നമുക്കിതെല്ലാം കൂടി ആകുമ്പോൾ ആണ് നമ്മുടെ മീൻ വളർത്തലുണ്ട്, തേൻ വളർത്തലുണ്ട്, ചെറിയ നഴ്സറി ഉണ്ട്, പിന്നെ 100-200ഓളം പ്രാവുകളുണ്ട്, 40 വെറൈറ്റിയിലുള്ള പ്രാവുകളുണ്ട്. പിന്നെ കോഴികൾ തന്നെ കോഴികളുടെ ഏറ്റവും വലിയ കോഴി ബ്രഹ്മയുണ്ട്. കോഴിയിലെ ഏറ്റവും വലിയ ജാപ്പനീസ് പൈക്ക് എന്ന് പറയുന്ന കോഴികളുണ്ട്. അങ്ങനെ 30-40ഓളം കോഴികളുണ്ട്. നാടൻ കോഴികളുണ്ട്. നിലവിലുള്ള കൃഷിക്കാരോട് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ? കൃഷി ഒരു വലിയ സാമ്പത്തിക മാർഗമായിട്ട് കിട്ടാൻ പറ്റും. അവനാൽ ജീവിച്ചു പോകാനുള്ള ഒരു മാർഗമായിട്ട് കൃഷി ഇന്ന് കാണാൻ പറ്റുള്ളൂ. നാളേക്ക് അത് ചിലപ്പോൾ അത് നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് പോവാം. പിന്നെ ഞങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് ഈ ഫോറസ്റ്റിനോടൊക്കെ അടുത്ത പ്രദേശം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം പ്രശ്നങ്ങളൊക്കെയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുന്നതിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം പറയാൻ പറ്റുമോ? നമുക്ക് നമ്മളെപ്പോലത്തെ കൃഷിക്കാരൊന്നും പറയാൻ പറ്റുന്നില്ല. അത് നമ്മൾ പ്രായോഗികമായ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് എങ്ങനെ ഷോർട്ട് ഫെൻസിങ് ഇടാന്ന് പറഞ്ഞാൽ ആന ഒന്നാ തട്ടിക്കളയും, മാന അതിൻ്റെ മേലെ കൂടി ചാടും, മറ്റ് കാട്ടാടൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകും. മയിൽ വന്നിട്ടാണെങ്കിൽ വേഴാമ്പൽ മയിലൊക്കെ വന്നിട്ട് ജാതിക്ക് കംപ്ലീറ്റ് തിന്നു പോകണം, ഏലം തിന്നു പോകണം, ഒരു കൊക്കോ സാധനങ്ങൾ തിന്നു പോകണം. അങ്ങനെ ഇപ്പം മേലേക്ക് വന്ന നിങ്ങൾ എൻ്റെ നേഴ്സറിയൊക്കെ കുത്തി വെച്ചങ്ങനെ കാണുന്നത്. ഇപ്പം കുരുമുളക് തോട്ടം കുത്തി മറിച്ചിരുന്ന് കാണാൻ ഇപ്പോൾ കാണാൻ പോയി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗ ശല്യം തന്നെയാണ്. ആന വരും. കടുവയൊക്കെ ഇതിൻ്റെ താഴെ കൂടി നടന്നു പോയായിരുന്നു, 2 വർഷം വന്നായിരുന്നു. പിന്നെ ആന കൊല്ലത്തിൽ 3-4 വർഷം എന്തായാലും ആന വരും. പിന്നെ സ്ഥിരം മാൻ പകൽ തന്നെ പറമ്പിലുണ്ട്. മാനും പന്നിയൊക്കെ പകൽ തന്നെ പറമ്പിലുണ്ട്. കാർഷിക നഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രതീക്ഷയിൽ വിൽക്കുന്നുണ്ടോ? ഉണ്ട്. ചെറിയ കാപ്പി കുരുമുളകും നമ്മുടെ തന്നെ കുരുമുളക് എടുത്ത് നമ്മുടെ നല്ല വീട്ടിൽ കുരുമുളക് എടുത്ത് കുരുമുളക് കാപ്പി കവുങ്ങും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പന്നീരും ചുമലയും കഴിഞ്ഞിട്ട് ഒരു PJ80 എന്ന് പറയുന്നത് ഒരു 14 തരം നമ്മുടെ തോട്ടത്തിലുള്ള തരം പ്രത്യേക കുരുമുളക്. അത് ഞാൻ കണ്ടുപിടിച്ചതാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ നട്ടുണ്ടാക്കി ഇപ്പം കിട്ടിയ ഒരു മറ്റെവിടെയും കാണാത്ത ഒരു PJ80 ഇതൊന്നും എടുത്തിട്ടില്ല. ഒരു 15 തരം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിച്ചാണ് കൃഷിക്കാർക്ക് അത് ബോധ്യപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അവർ വന്ന് കാണുക, അതിൻ്റെ തയ്യാറെന്ന് പറഞ്ഞാണെങ്കിൽ കൊണ്ടുപോകാം. അത്ര തന്നെ. അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. കണ്ണൂർ വന്ന് ചുമലെന്ന് പറഞ്ഞാൽ കുരുമുളക് അല്ല ചുമല എന്ന് പറയുന്ന വയനാട്ടിലൊക്കെ ഉള്ളൊരു മുൻപുണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ രണ്ടാമത് ഡെവലപ്പായി. അപ്പോൾ നമ്മുടെ കൃഷി ഭൂമിയിൽ അത് നന്നായി വരുന്ന കാണുമ്പോൾ കൃഷിക്കാർക്ക് അങ്ങനെയാണ്. ഒരാൾക്ക് നന്നാവുമ്പോഴാണ് അത് വാങ്ങണം ആഗ്രഹം വരിക. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. കൃഷിഭവനിൽ നിന്നൊക്കെ നന്നായിട്ടുണ്ട്. അത് കൃഷിഭവൻ നേരിട്ട് നമ്മുടെ അടുത്ത് വരില്ല. കൃഷിഭവൻ്റെ അടുത്തേക്ക് നമ്മൾ പോയെങ്കിൽ അവർ സഹായിക്കും. അല്ലാണ്ട് ഇപ്പോൾ നിനക്ക് വേണമെന്ന് ചോദിച്ചാലും അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും കൃഷി ഭവനെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ കുറ്റം പറയുന്നെങ്കിൽ പോലും അത് എല്ലാ സിസ്റ്റത്തിലുള്ള തന്നെ ഒരു പ്രശ്നമുള്ളൂ. ആവശ്യം നമ്മുടെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭാര്യയും 3 ആൺമക്കളുള്ള. അവർ ഇവിടെ ഇല്ല. ബാംഗ്ലൂരിൽ ചെന്നൈയിൽ ന്യൂസിലാൻഡിലൊക്കെ ആയിട്ട് അവർ ജോലി ചെയ്യുന്നു.
അവരൊന്നും കൃഷി ചെയ്തിട്ട് അവർക്കൊന്നും ഇവിടെ വന്നിട്ട് ഇന്നത്തെ പൊസിഷനിൽ നടക്കാനൊന്നും പറ്റില്ല, എല്ലാവരും ഒന്നും വഴി നടക്കൂല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചവർക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തിരിച്ചിവിടെ വന്ന് ഇതൊക്കെ ചെയ്യും. താല്പര്യമുണ്ട്, കൃഷിക്കാർക്ക് താല്പര്യമുള്ളവരോ. എത്ര ഏക്കർ കൃഷി അവിടെയുള്ളത്? ഇപ്പോൾ ഒരു 11 ഏക്കറിലാണ് ഞാൻ ചെയ്യണേ. പാട്ടത്തിനടുത്ത് അടക്കം 13 ഏക്കർ ചെയ്യുന്നുണ്ട്. എത്ര ഏക്കർ പാട്ടത്തിനാണ് ചെയ്യുന്നത്? ഒരു 3.5 ഏക്കർ ചെയ്യുന്നുണ്ട്. എനിക്ക് 9.5 ഏക്കർ എപ്പോഴുള്ളത്, ഒരു 3.5 ഏക്കർ ചെയ്തിട്ടുണ്ട്. ഏത് കൃഷി ഏറ്റവും ലാഭകരമായിട്ട് ഇപ്പം തോന്നുന്നത് ഏലമാണ്? അല്ല സാറേ, അതിൻ്റെ ഒരു പ്രശ്നം ഓരോ കൊല്ലത്തിൽ ഇപ്പോൾ ഏലം കഴിഞ്ഞ കൊല്ലം നമുക്ക് 700 രൂപയ്ക്കാണ് ഈ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ ഏലത്തിന് വില ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2000-ന് മേലെ ആയിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് ഇഞ്ചി കൃഷി മുഴുവൻ നിർത്തി ലക്ഷക്കണക്കിന് ഉറുപ്പ് കളഞ്ഞ് 40 ലക്ഷം ഉറുപ്പ് കളഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇക്കൊല്ലം ഇഞ്ചിക്കൊക്കെ വില. അപ്പോൾ അത് ഏതൊക്കെയാണോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുരുമുളകിന് വില കേട് വരാത്തവന് കുരുമുളക്, എനിക്ക് കുരുമുളകുണ്ട്, അപ്പോൾ കുരുമുളക് ഇപ്പം മെച്ചത്തിലാണ്. അതേസമയം ഇക്കൊല്ലം കാപ്പിക്കൊരു നല്ല വിലയാണ്. അടയ്ക്ക് വില, അടയ്ക്ക് കവുങ്ങ് കേട് വന്നില്ലെങ്കിൽ അടയ്ക്കാൻ നല്ല ലാഭമുള്ള കൃഷിയാണ്. ഓരോ വർഷം ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലതും കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ കൃഷിയല്ലേ, ആരെയും അങ്ങനെ കൃഷി ആരെയും അങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്താൽ കേട്ടോ. കൃഷി ഒരു ബിസിനസ്സായി ചിലപ്പോൾ ചെയ്തിട്ട് ചിലപ്പോൾ പോയി വരാം. ഇഞ്ചി കൃഷി നടത്തിയത് എവിടെയാണ്? അത് കർണാടകത്തിലാണ്. അല്ല, നമ്മുടെ അല്ല, നഞ്ചകോട് ഉള്ളള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഉള്ളള്ളി എന്ന് പറയുന്ന ഒരു ഏരിയ, അതിൻ്റെ ചുറ്റുവട്ടം ആയിരത്തി ലാഭമാണ്. പിന്നത്തെ കൊല്ലം എല്ലാം കൂടിയാണ് പോകും. കാരണം ഇതിൻ്റെ പ്രശ്നം 1 ഏക്കർ നടത്താൻ പിന്നത്തെ കൊല്ലം ലാഭം കിട്ടുമ്പോൾ 3 ഏക്കർ ആകും. പിന്നത്തെ കൊല്ലം അങ്ങനെയാണ് മനുഷ്യൻ മനസ്സ്. അത് പിന്നത്തെ ലാഭത്തിൽ എല്ലാം കൂടി പോകും. അത് മാത്രമല്ല, പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഞാൻ ബൈക്ക് മാത്രമേ വന്നു. അവിടെ സഹായിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ അതൊന്നും നടക്കാത്ത കേസായിരിക്കുമല്ലോ. ഇവിടെ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് അതുപോലെ ഞാൻ ചെയ്യണം. നമുക്കതൊന്ന്